സാന്റോസ് ആർപ്പിനിക്കുന്ന് മലപ്പുറം, ഷാഡോസ് കരിയോട് പാലക്കാട് ടീമുകൾ തയ്യാറാവും. ഒന്നാം സെമി ഫൈനൽ ഷാഡോസ് കരിയോട് പാലക്കാട്, സാന്റോസ് ആർപ്പിനിക്കുന്ന് മലപ്പുറം ടീമുകൾ തയ്യാറായി നിൽക്കേണ്ടതാണ്. KYM പുളിക്കൽ മലപ്പുറം, നെഹ്റുജി ഉളനാട് കോട്ടയം, രണ്ട് ചാമ്പ്യൻ ജില്ലകളുടെ പ്രതിനിധികൾ. അഖില കേരള വടംവലി മത്സരത്തിന്റെ ഈറ്റില്ലം എന്ന വിശേഷണവുമായി എത്തിച്ചേരുന്ന കോട്ടയത്തിന്റെ തട്ടകത്തിൽ നിന്ന് പവർ ഹൗസുകൾ എന്ന വിശേഷണവുമായി നെഹ്റുജി ഉളനാട് പാല. ഈ മത്സരവേദിയിൽ പിറമ്പള്ളിക്കുടി ഫാമിലി ആ ടീമിനെ സ്പോൺസർ ചെയ്യുമ്പോൾ മറുവശത്ത് KYM പുളിക്കൽ കൊണ്ടോട്ടി. അഖില കേരള വടംവലി മത്സരരംഗത്ത് നിന്നും ഏറ്റവും മികവാർന്ന മത്സരങ്ങൾ 14 ജില്ലകളിലും സംസ്ഥാനത്തിന് പുറത്തും കാഴ്ചവെച്ച ചരിത്രമുള്ള മുന്നണി പോരാളികൾ ഇവിടെ തോത്തുപള്ളി ഫാമിലി സ്പോൺസർ ചെയ്യുന്ന KYM പുളിക്കൽ മലപ്പുറവും തമ്മിലുള്ള ആവേശ പോരാട്ടം. വിജയിച്ചാൽ രണ്ടാം സെമി ഫൈനലിൽ സ്റ്റാർ വിഷൻ വെങ്കിടനുമായി ഏറ്റുമുട്ടുവാൻ യോഗ്യത നേടും. പരാജയപ്പെട്ടാൽ ഈ അഖില കേരള വടംവലി മത്സരത്തിന്റെ 5ാം സ്ഥാനക്കാരായി കളം വിട്ട് മടങ്ങും. 5ാം സമ്മാനവുമായി മടങ്ങുവാൻ ആഗ്രഹിക്കാത്ത 14 താരങ്ങൾ, പരാജയം സമ്മതിക്കുവാൻ മനസ്സില്ലാത്ത 2 ടീമുകൾ. ഒരു വശത്ത് നെഹ്റുജി ഉളനാട്, മറുവശം KYM പുളിക്കൽ. കയ്യടിയോടുകൂടി തന്നെ സ്വീകരിക്കുക. ഇന്ന് എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഉളനാടിനെ ഒന്ന് പരാജയപ്പെടുത്തുവാൻ ഇതുവരെ സാധിക്കാത്ത മത്സരാർത്ഥികൾ KYM പുളിക്കൽ. മലപ്പുറത്തിന്റെ തട്ടകത്തിൽ നിന്ന് മികച്ച മത്സരങ്ങൾക്ക് വേദിയൊരുക്കിയിട്ടുള്ള 2 ടീമുകൾ. മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കലിൽ സംഘടിപ്പിച്ച അഖില കേരള വടംവലി മത്സരത്തിന്റെ സെമി ഫൈനലിൽ ഫൈനൽ പോരാട്ടത്തിൽ അവസാന നിമിഷം 1 ഇഞ്ചുകൾക്ക് വ്യത്യാസത്തിൽ പോരാടി മടങ്ങിയതാണ് 2 ടീമുകളും. ഒരു ബെസ്റ്റ് ഓഫ് 3 മത്സരത്തിനൊടുവിൽ പരാജയം സമ്മതിച്ച് പുളിക്കൽ പിന്നോട്ട് പോയിയെങ്കിൽ ഇത് 450ന്റെ തട്ടകത്തിൽ വീണ്ടും എറണാകുളത്തിന്റെ മണ്ണിൽ 2 വ്യത്യസ്ത ജില്ലക്കാർ എത്തിച്ചേരുന്നു. ഒരു വശത്ത് ചാമ്പ്യൻ ക്യാപ്റ്റൻ ബിജോ ഉളനാടിന്റെ നേതൃത്വത്തിൽ ബിജോ 2ാം നമ്പറിൽ നിന്ന് പട നയിക്കുന്നു. 3ാം നമ്പറിൽ സജോ, 4ൽ ആഹാ എടപ്പാളിന്റെ താരം മുഹമ്മദിനൊപ്പം ഫേസ്ബുക്ക് ലോകം ചർച്ച ചെയ്യുന്ന ജിമ്മി ഉളനാട്. 5ാം നമ്പറിലേക്ക് ജസ്റ്റിനും കൂട്ടരും, അന്ന് ബാക്കിൽ ജോമോൻ അടക്കമുള്ള താരനിരയുമായി മത്സരരംഗത്തേക്ക് നീലക്കുപ്പായക്കാർ സജീവം. രതീഷ് പിഴകിന്റെ ശിക്ഷണത്തിൽ മത്സരരംഗത്തേക്ക് സജീവമാകുന്നു. മറുവശത്ത് റഫീഖും കൂട്ടരും. കയ്യടിയോടുകൂടി മാത്രം സ്വീകരിക്കുക 2 ടീമുകളെയും. KYM പുളിക്കൽ മുന്നോട്ടോ, നെഹ്റുജി ഉളനാട് മുന്നോട്ടോ. തെക്കൻ ജില്ലകളിൽ ഉളനാടിനെതിരെ ഒരു മിന്നുന്ന വിജയം കൈപ്പിടിയിൽ ഒതുക്കുവാൻ ഉറച്ച് KYM പുളിക്കൽ. കൈയടിച്ച് മാത്രം സ്വീകരിക്കുക. സൗഹൃദ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്ന അഖില കേരള വടംവലി മത്സരത്തിന്റെ ഏറ്റവും സൗന്ദര്യമാവാഹിക്കുന്ന ഒരു പോരാട്ടത്തിലേക്ക് ഇതാ പുളിക്കൽ മലപ്പുറം ജില്ലക്കാർ വടംവലിച്ച് കയറുന്ന കാഴ്ച. അവസാന 10 അടി ലൈനിലേക്ക് ആര് നടന്നെടുക്കുമെന്നറിയുവാനുള്ള പോരാട്ടം. ചുവപ്പ് കലർന്ന ജേഴ്സിക്കാർ ഒരു വശത്ത്, നീലക്കുപ്പായക്കാർ മറുവശം നിന്നുകൊണ്ട് മത്സരരംഗത്തേക്ക് സജീവം. അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ അഖില കേരള വടംവലി മത്സരരംഗത്ത് ഏറ്റവും അധികം സമയം വടത്തിൽ തന്നെ ലോഡ് ചെയ്ത് നിൽക്കുവാൻ കഴിവുള്ള നെഹ്റുജി ഉളനാട്. എന്നും പരാജയം സമ്മതിക്കാൻ മനസ്സില്ലാത്ത അമരക്കാർ, സ്പോൺസർമാരും ഫാൻസ് അസോസിയേഷനുകളും എന്നും കാത്തുനിന്ന താരോദയങ്ങൾ ബിജോ ഉളനാടും സജോയും ജിമ്മിയും ജസ്റ്റിനും ജോമോനും അടങ്ങുന്ന താരനിരയ്ക്ക് കാലിടറുന്നു. കൈയടിച്ച് മാത്രം സ്വീകരിക്കുക. കോട്ടയത്തിന്റെ അമരക്കാർ പിന്നോട്ടോ, മലപ്പുറം മുന്നോട്ടോ എന്നറിയുവാനുള്ളൊരു പ്രകടനം. കയ്യടിയോടുകൂടി മാത്രം സ്വീകരിക്കുക. 8 അടി വിജയപഥം കടന്ന് 10 അടിയുടെ അവസാന ലൈനിലേക്ക് KYM പുളിക്കൽ. റഫീഖ്, സുബൈർ, ജലീൽ, കോയ, ഇക്ബാൽ, ഗഫൂർ, മൂസാക്ക. കയ്യടിച്ചെന്ന് സ്വീകരിക്കുക. ചേരക്കുളത്തിന്റെ തട്ടകത്തിലെ മറ്റൊരു മിന്നുന്ന പോരാട്ടം. അവസാന 9:45 തിരിച്ചുപിടിക്കുവാൻ ഉറച്ച് ജിയോയും ബിജോ ഉളനാടും സജോയും ജിമ്മിയും കൂട്ടരും.
കൈയടിച്ച് മാത്രം സ്വീകരിക്കുക. ജസ്റ്റിൻ സിബി ബാഗ് ജോമോൻ 453 കിലോയിൽ ആദ്യ റൗണ്ടിന്റെ അവസാന 10 അടി കിടക്കുവാൻ ആടി ഉലയുന്ന റിബൺ റഫറിയുടെ വിസിൽ മുഴങ്ങുന്നു തുടങ്ങാത്ത 14 താരങ്ങൾ ആദ്യ റൗണ്ട് പോരാട്ടം കൈപ്പിടിയിൽ ഒതുക്കി. KYM പുളിക്കൽ കൊണ്ടോട്ടി.